വി.ഡി. സതീശനെതിരെയുള്ള അഴിമതി ആരോപണം അടഞ്ഞ അധ്യായമെന്ന് മീഡിയ വണ്ണിനോട് പറഞ്ഞ യു.ഡി.എഫ് പ്രവേശനത്തിനുള്ള അവസാന തടസ്സവും നീക്കി പി.വി. അൻവർ. മുന്നണി പ്രവേശനത്തിലെ കടമ്പകൾ പരിഹരിക്കാൻ പാണക്കാടെത്തി പി.വി. അൻവർ ലീഗ് നേതാക്കളെ കണ്ടു. ലീഗിന്റെ മനസ്സ് വായിച്ച വി.ഡി. സതീശനും അൻവറിനോടുള്ള നിലപാട് ഭയപ്പെടുത്തി. പ്രതിപക്ഷ നേതാവുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് പി.വി. അൻവർ. നിയമസഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണം അടഞ്ഞ അധ്യായമാണെന്ന് പറയുന്നതോടെ ഇക്കാര്യത്തിലുള്ള തടസ്സം നീങ്ങുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. അതൊന്നും ഇപ്പൊ പറയേണ്ട സമയമല്ല, അതൊക്കെ പൊളിറ്റിക്സിൽ കഴിഞ്ഞു പോയതാ. ക്ലോസ്ഡ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ചാപ്റ്റർ. വി ആർ ട്രൈങ് ടു ഓപ്പൺ ദ ന്യൂ ചാപ്റ്റേഴ്സ്. ഞാൻ അതിലാണ് എന്റെ ഫോക്കസ്. പിന്നാലെ നിലപാട് മയപ്പെടുത്തി വി.ഡി. സതീശനും രംഗത്ത് വന്നു. അഴിമതി ആരോപണത്തിന് പിന്നിൽ പിണറായി വിജയനാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എനിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് ഞാൻ പറയാറുള്ളത്. സാധാരണ അത് സംഭവിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇതിൻ്റെ അകത്ത് പ്രസക്തിയില്ല. അൻവറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഔദ്യോഗികമായി അറിയിക്കാമെന്ന യു.ഡി.എഫ് കൺവീനറുടെ വാക്കുകളും അനുകൂലമാണ്. അദ്ദേഹം തയ്യാറാണെങ്കിൽ ഔദ്യോഗികമായി യു.ഡി.എഫ് നേതൃത്വത്തോട് അറിയിക്കും. ഞങ്ങൾ യു.ഡി.എഫ് യോഗം കൂടുമ്പോൾ അത് ആലോചിക്കും. പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ട് ലീഗിന്റെ പിന്തുണയും അൻവർ ഉറപ്പാക്കി. അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് യു.ഡി.എഫ് ചെയ്യും. അത് യു.ഡി.എഫിന്റെ കടമയാണല്ലോ. അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം ലീഗുണ്ട്. ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. മുന്നണിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് പറയാനുള്ള ഫ്രീഡമുള്ളൂ. അടുത്ത യു.ഡി.എഫ് യോഗത്തിൽ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ധാരണയാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.